ഹലോ, എന്താണ് വിശേഷം? എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? ഈ അഖിൽമാരാരുടെ പേര് വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ, ട്രോളുകളൊക്കെ നിലപാട് മാറ്റുന്നയാൾ എന്നാണ്. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. ഇതിനേക്കാൾ ഭേദം തൂങ്ങിച്ചാവുന്ന എന്തുകൊണ്ട് ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ അങ്ങനെ പറയണത് എന്തുകൊണ്ടായിരിക്കും? എടാ രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. അതൊന്നാമത്തെ കാര്യം, അവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ABCD അറിയാത്തത് കൊണ്ടാണെന്നുള്ളത് ഒന്ന്. ഹലോ, കൂടുതൽ വാദം അടിക്കല്ലേ? ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? അവർക്ക് എന്നോട് എന്തോ ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരിക്കാം, സ്നേഹം ഉണ്ടായിരിക്കാം. ഞാൻ എല്ലാ കാലത്തും ഈ പറഞ്ഞ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു അടിമയെ പോലെ കിടക്കുമെന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. അഖിൽമാരാരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്, BJP, 2020 അങ്ങനെ മാറി മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. ജൻസി പിള്ളേരെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് കുറച്ചധികം സ്ട്രാറ്റജികൾ വേണ്ടി വരും. ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേ? എന്താ ചെയ്യുക? എന്താണ് കയ്യിൽ വല്ല ടിപ്സ് ഉണ്ടോ? ഞാൻ പുതിയ പയ്യനല്ലേ, ഇനി ഞാനെന്തിനാ പ്രത്യേകിച്ച് ഒരു ടിപ്സ് കൊണ്ട് കിടക്കട്ടെ? പയ്യനാ എത്ര കൊല്ലം മുമ്പ്? ഞാനൊരു ജൻസിയാ. കൊതുകിനുമില്ലേ ക്രിമികടി? അതെങ്ങനെയാ? 80കളിലെ 70കളിലെയും ജൻസി എന്നാണോ? പിള്ളേച്ച ശവത്തെ കുത്തരുത്. പിണറായി വിജയൻ ഓർ VD സതീശൻ? ഇപ്പൊ രണ്ടുപേർക്കും രണ്ട് തരം ക്വാളിറ്റികളുള്ള ഒരാൾക്കാരാണ്. രണ്ടുപേരും നല്ല നേതാക്കന്മാരാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഈ രണ്ടുപേരെ കാട്ടി ഉഗ്ര നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? ഇത്തവണ തൃക്കാക്കരയുടെ MLA ആയി നിയമസഭയിൽ അഖിൽമാരാർ ഉണ്ടാവുന്നതാണ് അഖിൽമാരാർ എന്ന് പറയുന്നത്. നോണെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ പെട്ടി ഓട്ടർഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ.